പൂജപ്പുര പൈ റോഡ് ഭാഗത്താണ് ഇപ്പോൾ വെള്ളം കിട്ടാത്തത്. ഇതിൻ്റെ മുകളിൽ ആ പൈ റോഡിൻ്റെ പ്രധാന വഴിയിലൊക്കെ തന്നെ വെള്ളം കിട്ടുന്നുണ്ട്. ആ പൈ റോഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം, ഏതാണ്ട് 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രദേശമാണ്. ആ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം, നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ആ പ്രദേശത്താണ് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത ഒരു അവസ്ഥ നിലവിൽ ഉള്ളത്. പട്ടിയുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൻ്റെ അകത്തെ സ്ഥിതി എന്താണ് അതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. കാരണം ഇവിടെ ഒരു കിടപ്പ് രോഗികൾ ഉള്ള വീടാണ് ഇത്. ഈ ഒരു വീട്ടിലെ മാത്രം അവസ്ഥ അല്ല. ഏതാ ചേട്ടാ, ഇത് ഒരു വീട്ടിൽ ഇവിടെ ഒരു കിടപ്പ് രോഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒപ്പം ഈ ടാപ്പ് ഇത് കണ്ടോ, തുറന്നാൽ വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. അടുക്കളയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ വലിയ ദുരിത കാഴ്ചയാണ്. കാരണം ഇവർ ആഹാരം പാചകം ചെയ്യാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ഒരു തുള്ളി വെള്ളം ഈ ടാപ്പിലില്ല. ഇതൊന്നും നമ്മൾ കള്ളം പറയുകയോ അല്ലെങ്കിൽ വേറൊന്നും കാണിക്കുകയൊന്നും അല്ല. യഥാർത്ഥത്തിൽ ആഹാരം പോലും ഇവിടെ വെച്ച് കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പുറത്തുനിന്ന് ഈ പാവപ്പെട്ട ആളുകളൊക്കെ എങ്ങനെ ആഹാരം കഴിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ അധികാരികൾ ഒന്ന് കാണണം. കാരണം ഇത്രയധികം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരുപാട് വീടുകൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. കാരണം ഈ അമ്മ ഒരു കിടപ്പ് രോഗിയാണ്, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ല, പ്രാഥമികമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മക്കളും മരുമക്കളും ഒക്കെയാണ്. അത്തരത്തിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് വെള്ളത്തിന് വേണ്ടി കേഴുന്നത്, ഒരു ബദൽ സംവിധാനത്തിന് വേണ്ടി കേഴുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇനിയെങ്കിലും അധികാരികൾ തയ്യാറാകണം. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത് പൂജപ്പുരയിലാണ്, നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. പൂജപ്പുരയിൽ നിന്നും പൈ റോഡിൽ ആണ് ഈ വീടുള്ളത്. ഇവിടെ ഈ ഒരു അമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഒരു തുള്ളി വെള്ളമില്ലാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ, അത് അതിദയനീയമെന്നല്ലാതെ പറയാൻ കഴിയില്ല. ചേട്ടാ, ഇവിടുത്തെ വെള്ളമൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ടാങ്കറിലെങ്ങാനും ശേഖരിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ടാങ്കറിൽ എടുത്തില്ല. നമുക്ക് അപ്പുറത്ത് ബാക്കിലൊരു കിണറുണ്ട്, എൻ്റെ എടുത്ത് ആവശ്യത്തിന്. ടാങ്കറിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ജോലിക്ക് പോയി നമ്മൾ രാത്രിയിൽ വന്നു. പിന്നെ ഒരു ടാങ്കർ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം വെള്ളമൊക്കെ ഇപ്പം വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയുണ്ടല്ലേ വീട്ടിൽ? അപ്പം അവരെയൊക്കെ നോക്കുന്നതിനൊക്കെ എങ്ങനെയാണ്? ഇല്ല, ബുദ്ധിമുട്ടാണ്. വെള്ളം എപ്പോഴല്ല, ഈ സമയമല്ല, ഇതിനു മുമ്പേ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇപ്പോൾ 7-8 ദിവസമായി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ. ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒരു കാഴ്ചയല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടൽ ഈ പ്രദേശത്ത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്.